ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെ എന്തിന് ചെറിയ 1ാം ക്ലാസ് തൊട്ടിട്ട് 90 വയസ്സ് വരെ ഫാൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ പല മേഖലകളിലാണ്. ഇപ്പോൾ 9 ഫാൻസ് ക്ലബ്ബുകൾ അല്ലേ? എല്ലാ ജില്ലയിലും ഫാൻസ് ക്ലബ്ബ് ഉണ്ട്, ബോച്ചെ ഫാൻസ് ക്ലബ്ബ് ഉണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞ 1ാം ക്ലാസ് തൊട്ട് 90 വയസ്സുള്ളവർ പോലും എൻ്റെ ഫാൻസിലുണ്ട്. കുറേ പേര് സ്പോർട്സ് പിള്ളേർ ഇഷ്ടപ്പെടുന്നു, ബിസിനസ് ഇഷ്ടപ്പെടുന്നവർ ഫാൻസ് ആയിട്ടുണ്ട്, ചാരിറ്റി, സ്പോർട്സ്, അങ്ങനെ പല എൻ്റർടൈൻമെൻറ്റ് എല്ലാ മേഖലകളിലും പലരുമായിട്ട് ഉണ്ട്. ഇവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും, വഴിയിൽ നിന്ന് വന്നിട്ട് പറയും ഇത് നന്നായിട്ടുണ്ട്, അത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അവരൊക്കെ എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അത് ആണ് പെണ്ണ് ഭേദമില്ല, അത് ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും. ചിലവരൊക്കെ പറയും ഈ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയും. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറയുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത കുറേ പേര് എയർ പിടിച്ച് നടക്കുന്നവരുണ്ട്. ഒരുവിധം ഒരു ഫ്ലൈറ്റിൽ കയറുകയാണെങ്കിൽ 100 പേരുണ്ടെങ്കിൽ 90 പേരും എന്നെ കൈ കാണിച്ചും വർത്താനം പറഞ്ഞ് പോകും. ട്രെയിനിൽ കയറിയാലും വഴി കണ്ടാലും 10% ആൾക്കാർ എയർ പിടിച്ച് ഞാനാണ് മഹാൻ, എല്ലാം അറിയുന്നവൻ, തികഞ്ഞതെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കാം. അപ്പം നമുക്ക് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ ശ്രമിച്ചു നോക്കാം. നമുക്ക് ഞാനെന്താ ഭീകരനോ കൊലപാതകയോ അല്ലെങ്കിൽ വീരപ്പനൊന്നല്ലല്ലോ, ഒരു മനുഷ്യനല്ലേ നിങ്ങളെ പോലെ. അപ്പം നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സ്നേഹിച്ച് മുമ്പോട്ട് പോവാം, അത്രയേ ഉള്ളൂ. എയർ പിടുത്തൊന്നും ആവശ്യമില്ല. ഈ സാജൻ പൊതുവെ എന്നെ വിളിക്കുക പ്രാഞ്ചിയേട്ടൻ, തട്ടിപ്പുകാരൻ, വെട്ടിപ്പുകാരൻ, ഇങ്ങനെ പറ്റാവുന്ന വാക്കുകൾ കൊണ്ടൊക്കെയാണ് എന്നെ വിശേഷിപ്പിക്കാറ്. പക്ഷെ അദ്ദേഹത്തെ ഞാൻ അങ്ങനെയൊന്നും വിശേഷിപ്പിക്കാം. ആരെയും ഞാൻ അങ്ങനെ മോശമായിട്ട് വിളിക്കാറില്ല. കാരണം ഞാൻ 100% യോഗ്യനും മാതൃകാപരവുമായിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ മാത്രമേ നമുക്ക് വിരൽ ചൂണ്ടി മറ്റൊരാളോട് കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ 100% ഒന്നല്ല. ഞാൻ ആരും മോശമായിട്ട് പറയാറില്ല. ഇവിടെ NBFC എന്ന് പറയും, ചെമ്മണ്ണൂർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ബോച്ചെ ഗോൾഡ് ലോൺ എന്ന് പറയും. ഇത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടുകൂടെ നടക്കുന്ന പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ തന്നെ, പ്രത്യേകിച്ച് കേരളത്തിൽ വിരലുമെണ്ണാവുന്ന ആൾക്കാർക്ക് ഈ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പം അതിൽ പുള്ളിക്കാരൻ പറയുന്നത് പലിശ കൂടുതൽ കൊടുക്കുന്നു എന്നാണ്. എന്നതുകൊണ്ട് തന്നെ ഇത് തട്ടിപ്പാണ് എന്ന്. 11.25% പലിശ കൊടുക്കുന്നു, അതുകൊണ്ട് ഇത് തട്ടിപ്പാണ് അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത്. റിസർവ് ബാങ്കിൻ്റെ ലൈസൻസോടുകൂടി അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന NBFC നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റില്ല, ഇഷ്ടമുള്ള പരസ്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് ചെയ്തിരിക്കണം അവിടെ, ഇല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസലാവും, നടപടി ഉണ്ടാവും. വളരെ സ്ട്രിക്റ്റ് ആണ്. എല്ലാ വർഷവും 1-2 ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഡിറ്റേഴ്സ് ചെയ്യുന്നതിൽ കൂടുതൽ അവരാണ് വന്നിട്ട് ഓഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കാശ് ലാഭമാണ് നമുക്ക്. സത്യം പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ 11 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11, 13 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13 വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല എന്ന പരാതി ആർക്കുമില്ല. പിന്നെ അവിടെ എന്താണ് തട്ടിപ്പ് എന്നെനിക്കറിയില്ല. പിന്നെ പറയുന്നു റേറ്റിംഗ്, ഒരു ABC, B റേറ്റിംഗ്, C റേറ്റിംഗ്, A+, നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന പോലെ മാർക്ക് കിട്ടുന്ന പോലെയാണ്. ഒരുപാട് വർഷങ്ങൾ മുമ്പ് തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കൊക്കെ Aയും A+ ഒക്കെ ഉണ്ട്. ഞാൻ കുറച്ച് വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് 300 ബ്രാഞ്ചുകളാണ് ഉള്ളത്. ഈ 25-ൽ അത് 500-ഉം 2030-ൽ 5000 ബ്രാഞ്ച് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പരസ്യം കൊടുക്കും NCD എടുക്കുമ്പോൾ. അതായത്
എല്ലാ ഗ്രൂപ്പുകളും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇത്ര മാസം കൂടുമ്പോൾ NCD നമ്മൾ ഡിക്ലെയർ ചെയ്യും. അതായത് കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിന്, മൂലധനത്തിന് വേണ്ടി എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും പരസ്യമിടും. ഞാൻ പരസ്യമിടുന്ന അന്ന് ആള് വീഡിയോ ചെയ്യും. അന്ന് വീഡിയോ ചെയ്യും. അതുവരെ വീഡിയോ കറക്റ്റ് അന്ന് വീഡിയോ ചെയ്യും. ഇത് തട്ടിപ്പ് അത് തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ ബോച്ചയ്ക്ക് ഒരു കാരണം ഉണ്ടല്ലേ. അത് പറയാം, ഇടും. അപ്പോ ഈ പരസ്യം ഇടുമ്പോഴാണ് ഇത്ര ദിവസത്തിനുള്ളിലാണ് നമുക്ക് 100 കോടിയോ 50 കോടിയോ എത്രയോ ആവശ്യം എന്ന് വെച്ചാൽ ബ്രാഞ്ചുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഫണ്ടുകൾ വരിക. ഈ പരസ്യം വന്ന ആൾക്കാർ ഫണ്ട് ഇടാൻ നിൽക്കുന്ന സമയത്താണ് പുള്ളി കറക്റ്റായിട്ട് ചെയ്യുക. കംപ്ലീറ്റ് വിളിച്ച് പറയും. അപ്പോൾ ആൾക്കാരൊന്ന് പാനിക് ആവും. പക്ഷെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പാനിക് ആവില്ല. കേട്ട് മടുത്തു വർഷങ്ങളായിട്ട്. ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല, ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ദേ നോട്ട് ബോധേഡ്. ഞാനും അത് ബോധേഡല്ല. അപ്പോൾ ആള് പറയും A+ ഇല്ല. ഈ A+ ഉണ്ടാവുക എങ്ങനെയാ? ക്ലാസ്സിൽ ചേർന്ന് ഒന്നാമത്തെ ദിവസം A+ കിട്ടില്ലല്ലോ. നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് കിട്ടിയിട്ടാണ് A+ എത്തുക. അപ്പൊ തുടക്കക്കാർക്ക് B ആവും, C ആവും, അല്ലെ സ്റ്റാർട്ടിങ് ചിലപ്പോൾ മൈനസ് ആവാം, ഒക്കെ ആവും. അങ്ങനെയാണ് കയറി വരിക. ബ്രാഞ്ചുകൾ കൂടി പ്രോഫിറ്റ് കയറി ബിസിനസ്സിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ചാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് നമുക്ക് കിട്ടുക. അപ്പോൾ പുള്ളി പറയും റേറ്റിംഗ് വളരെ കുറവാണ്. കയറി വരും. ഞങ്ങൾക്ക് 500 ബ്രാഞ്ച് ആകുമ്പോൾ അല്ലെ 5000 ബ്രാഞ്ച് ആകുമ്പോൾ കയറി വരും. അതൊരു തട്ടിപ്പെന്ന് പറയാൻ പറ്റുമോ? എല്ലാ ഗ്രൂപ്പും ഇതുപോലെ കയറി വന്നതാണ്. എല്ലാവരും ഇതുപോലെ ഫണ്ട് റേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നവരാണ്. അതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അത് തട്ടിപ്പാണ്.